സോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഈ ന്യൂ ജെൻ ആനിമീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഡാൻഡനാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൈറ്റ് സ്റ്റുഡിയോസ്. അപ്പോൾ യെസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂ ജെൻ ആനിമീസ് നോക്കിക്കഴിഞ്ഞാൽ ഡാൻഡനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് എനിക്ക് ഇഷ്ടം. ഫസ്റ്റ് സീസൺ ആയാലും ഇപ്പോൾ കഴിഞ്ഞു സെക്കൻഡ് സീസൺ ആയാലും ഒരു രക്ഷയില്ല ഗൈസ്. ഈ ഫസ്റ്റ് സീസൺ ഒരു വെറൈറ്റി ആക്കി, സെക്കൻഡ് സീസൺ അതിനേക്കാട്ടും ടോപ്പാക്കി. എന്ന് വെച്ചാൽ പറയുകയാണെങ്കിൽ ഇതിന് ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ ആനിമേഷൻ ക്വാളിറ്റി, ഇതിന്റെ കളറിങ് ഒക്കെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സംഭവം. ഈ ചില ആനിമീസ് ഒക്കെ ഈ ഫസ്റ്റ് എപ്പിസോഡ് ചിലപ്പോൾ ഭയങ്കര ലാഗാക്കും, അല്ലെങ്കിൽ ഭയങ്കര ചിലപ്പോൾ എന്താ കൺഫ്യൂഷൻ ആക്കും, അല്ലെങ്കിൽ ബോറിങ് അങ്ങനെയൊക്കെ ആകുമെങ്കിലും ഈ ഒരു ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് എപ്പിസോഡ് ഭയങ്കര എന്റർടൈൻമെന്റ് ആക്കി. പറയില്ലേ, ഈ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞ ശേഷം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇനി എന്താ വരാൻ പോകുന്നത്. അതാണ് എന്നുവെച്ചാൽ ഫസ്റ്റ് എപ്പിസോഡാണ് ഇവരുടെ ഇൻട്രോ. ഈ ഡാൻഡനാൻഡിന് പ്രത്യേകത ചെയ്യാണെങ്കിൽ ഇൻട്രോ സോങ്സിന് ഇവർ ഭയങ്കര അധികം എന്താ ഒരു സംഭവം കൊടുക്കണം. അതിന്റെ മ്യൂസിക്, അതിന്റെ ആനിമേഷൻ ഒക്കെ ഒരു രക്ഷ. ഇതിലത്തെ മെയിൻ ക്യാരക്ടറായിട്ട് പറയുന്നത് മോമോ ആണെങ്കിലും ഒക്കാലും ഇതിൽ കയറി വരും ഇടയിൽ. അതും ഒരു മെയിൻ തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെ ഒരു റൊമാൻറ്റിക്കൽ കം ഫൺ, അതാണ് മെയിൻ ടോപ്പിക്. ഇതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ ഒക്കാലിന്റെ രണ്ട് ഗോൾഡൻ ബോൾ അത് മിസ്സിങ്. അപ്പൊ ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട്, രണ്ടാമത്തെ ഇപ്പൊ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സീസണും അത് തന്നെയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ എന്താ ചില ക്യാരക്ടേഴ്സ് എക്സ്ട്രാ ആയിട്ട് കയറി വരും. അതിൽ നമുക്ക് ആദ്യം ഒരു വില്ലൻ റോളായിട്ട് വന്ന ഒരാളാണ് ടർബോ. പക്ഷെ ഇപ്പൊ അത്യാവശ്യം നമ്മളെ ഒരു അടിപൊളി ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ജി ആര്യ, പിന്നെ നമ്മുടെ മോമോന്റെ ഗ്രാൻഡ്മ, അങ്ങനെയൊക്കെ കുറെ ക്യാരക്ടേഴ്സ്. ഇപ്പൊ വേറൊരു ക്യാരക്ടർ കൂടെ വന്നിട്ടുണ്ട് ഈ സെക്കൻഡ് സീസണിൽ. കണ്ണത് വെച്ചൊരാളാണ്, എന്റെ പേര് ഞാൻ പോകും. അത് കഴിഞ്ഞ അവസാനം ഈ സെക്കൻഡ് സീസണിലെ അവസാനം ഇപ്പൊ കഴിഞ്ഞത് ഒരു ക്യാരക്ടറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഏലിയൻ. ഒരു കൈജുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്. സോ അത്യാവശ്യം ഞാൻ വിചാരിച്ചു ഈ രണ്ട് ക്യാരക്ടേഴ്സ് മോമോ അതേപോലെ തന്നെ നമ്മുടെ ഒക്കാതെ ആയിരിക്കും മെയിൻ. പക്ഷെ ഇത് എല്ലാ ക്യാരക്ടേഴ്സിനും ഇവർ എങ്ങനെയോ മെയിൻ ആക്കുന്നുണ്ട്. അതെങ്ങനെ പറഞ്ഞാലും എനിക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കും ഈ ക്യാരക്ടറായിരിക്കും മെയിൻ ആയിട്ട് ഈ സ്റ്റോറി, പക്ഷെ അത് എല്ലാത്തിനും സേഫ് അതുപോലെ കൊടുക്കും. എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, അല്ലാതെ വേറെ ആൾക്കാരുടെ കുറിച്ചൊന്നുമില്ല. ആൻഡ് പറയാനാണെങ്കിൽ ഇതിന്റെ സ്റ്റോറി നമ്മൾ വിചാരിക്കും പറഞ്ഞ പോലെ ഓക്കാറിന്റെ രണ്ട് ഗോൾ മിസ്സിങ്, അതുകൊണ്ടായിരിക്കും അതിന്റെ ബേസിലാണ് സ്റ്റോറി വിചാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി കുറെ വേറെ കഥകൾ കഴിയും. അത് ഇതായിട്ട് കണക്ട് ചെയ്യും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താ കുറെ കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇതെല്ലാം എന്താ ഇവര് മെയിൻ ആയിട്ട് ഇങ്ങനെ കണ്ടുപോകുന്നുണ്ട് ഈ സാധനം. അതാണ് ഈ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇവർക്ക്. അതാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഡാൻഡൻ ആനിമി ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ ഒക്കെ ഭയങ്കര രസമായിരുന്നു. സോ ഇനി തേർഡ് സീസണിന് വേണ്ടി കാത്തിരിക്കണം. അടുത്ത വർഷം ആയിരിക്കും അതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇറങ്ങി കഴിഞ്ഞാൽ കൊള്ളാം, കാരണം ഭയങ്കര എന്റർടൈൻമെന്റ് സാധനമാണ്. നെറ്റ്ഫ്ലിക്സും അതേപോലെ ക്രഞ്ചിക്കുള്ളിൽ കിടക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് ആനിമി, മസ്റ്റ് വാച്ച് ഗൈസ്. ഞാൻ പറയും ന്യൂ ജെനിൽ അത്യാവശ്യം എനിക്ക് പറയാൻ പറ്റിയ ഒരു നല്ല ആനിമി തന്നെയാണത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഇതേപോലത്തെ ആനിമീസിന്റെ കുറിച്ചുള്ള വീഡിയോസ്, അപ്ഡേറ്റ്സ് തരുന്നവരെ